ഇന്ത്യക്കെതിരായ ആദ്യ ടെസ്റ്റിൽ ഇംഗ്ലണ്ട് ഫാസ്റ്റ് ബൗളർ മാർക്ക് വുഡിന് ഒരു വിക്കറ്റ് പോലും നേടാൻ കഴിഞ്ഞില്ല. പിന്നാലെ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീം ഒരു തീരുമാനമെടുത്തു: ജെയിംസ് ആൻഡേഴ്സനെ ടീമിൽ ഉൾപ്പെടുത്തുക. 41-കാരനായ ആൻഡേഴ്സൺ രണ്ടാം ടെസ്റ്റിൽ വീഴ്ത്തിയത് 5 വിക്കറ്റുകളാണ്. രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും യശസ്വി ജയ്സ്വാളുമെല്ലാം അയാളുടെ എക്സ്പീരിയൻസ്ഡ് പ്രകടനത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പുറത്തേക്ക് പോയി. ക്രിക്കറ്റ് ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച പേസർമാരിൽ ഒരാളാണ് ജെയിംസ് ആൻഡേഴ്സൺ. 2002-ൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ആൻഡേഴ്സൺ അരങ്ങേറ്റം കുറിച്ചു. 21 വർഷം പിന്നിട്ടിട്ടും ഈ ഇംഗ്ലീഷ് പേസർ ബാറ്റർമാരുടെ പേടി സ്വപ്നമായി തുടരുകയാണ്. ഇത്ര വലിയ ഒരു ക്രിക്കറ്റ് കരിയർ പടുത്തുയർത്തുക ഒരിക്കലും എളുപ്പമല്ല. 5 ദിവസം നീളുന്ന ടെസ്റ്റ് മത്സരങ്ങൾക്ക് പൂർണ്ണമായും ഗ്രൗണ്ടിൽ തുടരണം. 3 കാര്യങ്ങളാണ് ആൻഡേഴ്സനെ കളത്തിൽ തുടരാൻ സഹായിക്കുന്നത്: ക്രിക്കറ്റിനോടുള്ള അവസാനിക്കാത്ത ഇഷ്ടം, ക്രിക്കറ്റിനായുള്ള കഠിനാധ്വാനം, ഒപ്പം ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സിൽ നിന്നും പരിശീലകൻ ബ്രണ്ടൻ മക്കല്ലത്തിൽ നിന്നും ലഭിക്കുന്ന വലിയ പിന്തുണ. ഇന്ത്യയുടെ 30-കാരനായ ജസ്പ്രീത് ബുംറയോട് പിടിച്ചു നിൽക്കാൻ ഈ കാര്യങ്ങൾ തന്നെ ഏറെ വലുതാണ്. ഏകദിന ക്രിക്കറ്റിൽ 13 വർഷം കളിച്ച ആൻഡേഴ്സൺ 269 വിക്കറ്റുകൾ വീഴ്ത്തി. 2015-ലെ ഏകദിന ലോകകപ്പിൽ ആദ്യ റൗണ്ടിൽ ഇംഗ്ലണ്ട് പുറത്തായി. പിന്നാലെ സീനിയർ താരങ്ങളെ പുറത്തിരുത്താൻ ഇംഗ്ലീഷ് ക്രിക്കറ്റ് തീരുമാനിച്ചു. അങ്ങനെ ജെയിംസ് ആൻഡേഴ്സണും സ്റ്റുവർട്ട് ബോർഡും ഏകദിന ക്രിക്കറ്റ് ടീമിൽ നിന്ന് പുറത്തായി. പക്ഷേ പിന്നെയും ടെസ്റ്റ് ക്രിക്കറ്റിൽ ആൻഡേഴ്സൺ തൻ്റെ കഴിവ് തെളിയിച്ചുകൊണ്ടേയിരുന്നു. പ്രായം കൂടുംതോറും അയാളുടെ പോരാട്ട വീര്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ടെസ്റ്റ് ക്രിക്കറ്റാണ് ആൻഡേഴ്സന്റെ ബൗളിംഗ് കരുത്തറിഞ്ഞ ഫോർമാറ്റ്. നിലവിൽ 695 വിക്കറ്റുകളാണ് ആൻഡേഴ്സന് ടെസ്റ്റ് ക്രിക്കറ്റിലുള്ളത്. 14 വിക്കറ്റുകൾ കൂടി നേടിയാൽ ഇംഗ്ലീഷ് പേസർക്ക് ഓസ്ട്രേലിയൻ ഇതിഹാസം ഷെയ്ൻ വോണിനെ മറികടക്കാം. അപ്പോൾ ലോക ക്രിക്കറ്റിലെ എക്കാലത്തെയും കൂടുതൽ വിക്കറ്റ് എടുത്തവരിൽ ആൻഡേഴ്സൺ 2ാം സ്ഥാനത്തെത്തും. കഴിഞ്ഞ ആഷസ് പരമ്പരയ്ക്ക് പിന്നാലെയാണ് ക്രിക്കറ്റ് കരിയർ മതിയാക്കാൻ സ്റ്റുവർട്ട് ബോർഡ് തീരുമാനമെടുത്തത്. പിന്നാലെ സഹതാരത്തിന്റെ നേരെയും സമാന ചോദ്യമുയർന്നു. അടുത്തത് ആൻഡേഴ്സൺ എന്ന് ക്രിക്കറ്റ് ലോകം വിധിയെഴുതി. പക്ഷേ ഇംഗ്ലീഷ് ടീമിലെ നിർണായക സാന്നിധ്യമായി അയാൾ കളത്തിൽ തുടരുകയാണ്. ഇനിയും ഏറെക്കാലം ആ കരിയർ തുടരട്ടെ.